ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെഡ് ക്യാപ്സിക്കം ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. പല രീതിയിലും പല രുചിയിലുമുള്ള ധാരാളം അച്ചാറുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമുക്ക് ഒരു മധുരമുള്ള അച്ചാർ ഉണ്ടാക്കിയാലോ? നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും ഉണ്ടാകാറുള്ള ഏത്തപ്പഴം കൊണ്ട് നമുക്കൊരു സൂപ്പർ അച്ചാർ ഉണ്ടാക്കി നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് വേണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി വേണം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആപ്പിൾ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലാത്തവർക്ക് നമ്മുടെ സാധാ വൈറ്റ് വിനാഗിരി ഉപയോഗിക്കാം. പിന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി വേണം. നമുക്ക് ഗ്യാസിലേക്ക് ഒരു പാൻ വെക്കാം. അത് ചൂടാകുമ്പോഴേക്കും കുറച്ച് നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് കൂടിയിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇഞ്ചി കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് പൊടിയും കായപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ആപ്പിൾ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തപ്പഴം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അതിന്റെ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ രുചിയുള്ള ഏത്തപ്പഴ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാത്രമല്ല ഞങ്ങളുടെ ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ജോയിൻ ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.